Hey, all my beautiful souls, welcome back to my channel. The card for the night. ഈ രാത്രി നിങ്ങൾക്കുള്ള വളരെ ഡിവൈൻ മെസ്സേജ് എന്താണെന്നുള്ളതാണ് നമ്മൾ കളക്റ്റീവായിട്ട് നോക്കുന്നത്. What's a special message for you? What you need to hear? The divine night message for you. Card for the night. It's like what I'm hearing is ഡിവൈൻ നിങ്ങളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ വളരെ ട്രഷർഫുള്ളായിട്ടുള്ള, നിങ്ങളുടെ ലൈഫിൽ വളരെ വിലമതിക്കാനാവാത്ത ചില ലൈഫ് സിറ്റുവേഷനിലേക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ചില സത്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഇത്ര കാലമായിട്ട് മനസ്സിലാക്കാതെ പോയിട്ടുള്ള നിങ്ങളുടെ പല പല കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ കഴിവുകളായിരിക്കാം, നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി ആയിരിക്കാം, നിങ്ങളുടെ തന്നെ ചില ഇന്നർ പവർ ആയിരിക്കാം. ഓൾറൈറ്റ്, മറ്റുള്ള ആളുകൾക്ക്, എസ്പെഷ്യലി മറ്റുള്ള ആളുകൾക്ക് അസൂയ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില രഹസ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളത് റിസീവ് ചെയ്യാൻ പ്രിപ്പയർഡ് ആണോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുന്നത് നല്ലതാണ്. കാരണം മറ്റുള്ള ആളുകൾക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തതോ, മറ്റുള്ള ആളുകൾക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള, എന്തുകൊണ്ടാണ് അതുപോലത്തെ ഒരു ഫീലിങ്സ് നിങ്ങളെടുത്ത് ഉണ്ടാവുന്നത്? എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എന്ത് കൊടുക്കണം, എന്ത് കണക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു പവറിന് ഡെഫിനറ്റ്ലി അറിയാം, അല്ലേ? സോ നിങ്ങളുടെ ലൈഫ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ലൈഫിലെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹെവി ആയിട്ടോ മറ്റുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്. എസ്പെഷ്യലി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സൈക്കിക് പവർ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ കൂടിയൊക്കെ പോകുന്നതായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതും വളരെ യൂണീക്ക് ആയിട്ടുള്ളതും മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില അനുഭവങ്ങളിലൂടെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം, അല്ലെ? വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ്, ഇമോഷൻസ്, കണക്ഷൻ ആയിരിക്കാം. നിങ്ങളെ പറ്റിയിട്ട് തന്നെ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ പറ്റിയിട്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ഇന്നലെ വരെ ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾ ഇന്നലെ വരെ എന്തല്ലായിരുന്നോ അതൊക്കെയാണ് നിങ്ങൾ ഇന്ന് ആവാൻ പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് ഇന്നലെ മുതൽ നിങ്ങൾ ദരിദ്രരായിട്ട് ജീവിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ സമ്പന്നരായിട്ട് ജീവിക്കാൻ പോവുകയാണ്. അതുപോലത്തെ മാറ്റങ്ങളാണ്. നമ്മൾ കൃഷ്ണൻ്റെയും കുചേലൻ്റെയും കഥ കേട്ടിട്ടുണ്ട്, അല്ലേ? കുചേലൻ്റെ ലൈഫ്, കുടുംബം, വീടൊക്കെ പെട്ടെന്നാണ് മാറ്റം വന്നിട്ടുള്ളത്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? അതുപോലത്തെ ഒരു മിറാക്കിളാണ് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യത്തിൽ സംഭവിക്കുന്നത്. ഓൾറൈറ്റ്, അത് നിങ്ങളെ ദരിദ്രമാക്കുന്ന എന്ത് സിറ്റുവേഷനോ ആയിരിക്കാം. നിങ്ങൾ എന്താണോ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണോ നിങ്ങൾക്കൊരു ദാരിദ്ര്യമായിട്ട് തോന്നുന്നത്, സ്നേഹം കൊണ്ടായിരിക്കാം, നിങ്ങളുടെ മേലെ തന്നെയുള്ള പല പല കാര്യങ്ങളായിരിക്കാം, സമ്പത്ത് കൊണ്ടായിരിക്കാം, നിങ്ങളുടെ ജോബായിരിക്കാം. ഓക്കെ, എന്താണോ നിങ്ങൾക്കൊരു കുറവായിട്ട് തോന്നുന്നത്, ഇല്ലായ്മയായിട്ട് തോന്നുന്നത്, അത് കണ്ടുപിടിക്കാനുള്ളൊരു ആയുധം നിങ്ങളുടെ ഉള്ളിൽ തന്നെ മനസ്സിലാക്കുന്നതായിരിക്കാം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഒരു ട്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലൊരു നിധി എന്ന് പറയുന്നത് എന്താണോ നിങ്ങൾക്ക് ഇല്ലാത്തത്, അത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എന്തൊരു വെപ്പൺ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ടാലൻ്റ് ആയിരിക്കാം, നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു പവർ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന അവസ്ഥ, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ തകർത്തെറിയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കാം. അറിവിലൂടെ ആയിരിക്കാം, ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അറിവായിരിക്കാം, ആരെങ്കിലും പറഞ്ഞു തരുന്ന അറിവായിരിക്കാം, അല്ലെങ്കിൽ ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിട്ടുന്ന ഒരു ഇന്നർ വോയിസ് ആയിരിക്കാം, റൈറ്റ്? സോ നിങ്ങൾക്ക് ചില തോന്നലുകൾ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളത് മസ്റ്റായിട്ട് ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും മറ്റുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഓൾറൈറ്റ്, കാരണം നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ, നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് അത്ര ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളല്ല. നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ നോക്കുക. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അത് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ, നിങ്ങൾ നോർമലി മറ്റുള്ള ആളുകൾ എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ടിപ്പിക്കലായിട്ട് ഫോളോ ചെയ്തു വരുന്ന
ലൈഫ് സിറ്റുവേഷൻ ഉണ്ട്, അല്ല ഇങ്ങനെ ചെയ്യാവോ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ലൈഫിൽ വേണം. നിങ്ങളുടെ ലൈഫ് അങ്ങനെ പോകുന്നൊരു കാര്യമായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ ജേണിയാണ്. അവിടെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, നിങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ കണക്റ്റ് ആവുന്ന പല പല കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അവിടെ എല്ലാവർക്കും അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം അതുപോലുള്ള ചില സത്യങ്ങളാണ് നിങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്, നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ കർമ്മയായിരിക്കാം, നിങ്ങളുടെ ലെസൺ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഫൈനലി ഫൈൻഡ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ചില ലെസണിന് പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ തന്നെ ഒന്ന് അളന്ന് നോക്കുന്ന ചില ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ വേർത്ത് മനസ്സിലാക്കുന്നതായിരിക്കാം, നിങ്ങളുടെ ഒരു പവർ മനസ്സിലാക്കുന്നതായിരിക്കാം. അത് എത്രമാത്രം ഒരു വെയിറ്റ് ഉള്ളൊരു കാര്യമാണ്, അത് തൂക്കി നോക്കാൻ പോലും സാധിക്കാത്ത ഒരു ട്രഷറാണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ട് തന്നെ. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു ക്രിയേറ്റർ ആവുന്നുണ്ട്. I'm getting a whisper from the universe. നിങ്ങളൊരു ക്രിയേറ്ററാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ക്രിയേറ്റർ ആവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ഏറ്റവും കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തത്, അത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യേണ്ടതും അതാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് നോക്കുക, എന്താണോ നിങ്ങൾക്ക് ഇല്ലാത്തത് അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. യു ആർ ദ ക്രിയേറ്റർ. യെസ്, നമ്മളെല്ലാവരും ക്രിയേറ്ററാണ്, നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൻ്റെ ക്രിയേറ്റർ ആണെന്ന് തന്നെയാണ് പറയാം. ബട്ട് ഈ സമയം നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നോർമലി എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല. കാരണം ഈ സമയം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില സൈക്കിക് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൻ്റെ ചില ടാലൻസ് ഓർ സോളിൻ്റെ ചില പവർ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളുടെ സോളിന് അതുപോലത്തെ പാസ്റ്റ് ഉണ്ടായിരിക്കാം. നമുക്ക് പെട്ടെന്ന് നമ്മുടെ സോൾ എന്താണെന്നുള്ളത് പെട്ടെന്നൊരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, അല്ലേ? കാരണം നമ്മൾ ജനിച്ചു വളർന്നത് ഒരു സിറ്റുവേഷനിലാണ്. സോ അവിടുന്ന് പല പല അവസ്ഥയിൽ കൂടെ പോയിട്ടാണ്, പല ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോയിട്ടാണ് ഓരോ ലെസണിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഡീപ്പായിട്ട് അവേക്കൻ ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സോള് ഡീപ്പായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു പോയിന്റിലാണ്. ഓൾറൈറ്റ്, എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് സഡൻ ആയിട്ട് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സഡൻ ആയിട്ട് ഒരു സ്പാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഒരു കൈൻഡ് ഓഫ് അവേക്കനിങ് പോലെ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ നിങ്ങളുടെ സോളിൻ്റെ ഒരു പ്രത്യേകതയാണ്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈമിൽ ഓ മൈ ഗോഡ്, ഐ എം ഗെറ്റിംഗ് ദിസ് വിസ്പർ. ഇത് നിങ്ങൾക്കുള്ള വളരെ സൈക്കിക് മെസ്സേജാണ്. ഐ എം ഗെറ്റിംഗ് ദ വിസ്പർ ദാറ്റ് യു ആർ ദ ക്രിയേറ്റർ. നിങ്ങളാണ് ക്രിയേറ്റർ. ഓർ നിങ്ങൾ എന്തോ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ, സ്പെഷ്യലി നിങ്ങൾ എന്താണ് ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഇല്ലാത്തത്, ട്രൈ ഇറ്റ്. ഓക്കെ, ജസ്റ്റ് ട്രൈ ചെയ്യുക. ഓക്കെ, ശ്രമിച്ചു നോക്കുന്നതിന് നമുക്ക് എന്താണ് ചിലവ്, അല്ലേ? ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഈ മെസ്സേജ് നിങ്ങൾ വളരെ റാൻഡംലി കാണുന്ന ഒരു മെസ്സേജ് അല്ല, ദിസ് വെരി സ്പെഷ്യൽ മെസ്സേജ് ഫോർ യു. ഈ മെസ്സേജ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് ദ മെസ്സേജ് ഫോർ യു. ദിസ് മെസ്സേജ് ഇസ് ഫോർ യു, അല്ലെങ്കിൽ ഓൺലി ഫോർ യു. ഓക്കെ, സോ യൂസ് യുവർ പവർ. എന്തൊക്കെയോ ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ചെറിയ കാര്യങ്ങളല്ല. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ചെറിയ ചെറിയ കാര്യങ്ങളിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ചെറിയ ചെറിയ കാര്യങ്ങളിലല്ല നിങ്ങൾ സെറ്റിൽ ആവേണ്ടത്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട്, അല്ലേ? സോ നിങ്ങൾക്ക് ഓൾറെഡി ചില ആളുകൾക്ക് എന്തൊക്കെയൊരു വലിയ വലിയ ഡ്രീംസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ റീസെൻ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് ഇറങ്ങി വരണം എന്നൊക്കെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം, അല്ലേ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ, സ്പെഷ്യലി നിങ്ങളുടെ നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അവരുടെ വലിയൊരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയൊരു കാര്യങ്ങൾ നിങ്ങൾ സൈക്കിക്കലി കണക്ട് ചെയ്യുന്നുണ്ട്. പ്രസൻസ് ആയിരിക്കാം നിങ്ങളുടെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ചില അവരുടെ എന്തൊക്കെയൊരു കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സൈക്കിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവും, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. ഐ എം സ്റ്റിൽ ഹിയറിംഗ് ദ വിസ്പർ ദാറ്റ് ദ മെസ്സേജ് ഫോർ യു, ദാറ്റ് യു ആർ ദ ക്രിയേറ്റർ. നിങ്ങൾ ക്രിയേറ്ററാണ്, നിങ്ങളാണ് ക്രിയേറ്റർ.
അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ ഓർ എന്താണ് റിലേറ്റ് ചെയ്യുക, ഞാൻ എന്താണോ നിങ്ങളുടെ അടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഓർ എന്താണ് ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന സമയത്ത് എന്താണോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നത്, എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നത്, ദ ആൻസർ ഈസ് ഓൾറെഡി വിത്തിൻ യു. റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഫോർ ദ നൈറ്റ്, ദ കാർഡ് ഫോർ ദ നൈറ്റ്. സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ലൈഫിൽ ഇതുപോലെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.